ഇന്നത്തെ സമഗ്ര റിപ്പോർട്ടുകളുമായി 1 PM ന്യൂസ് ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. തിരുവനന്തപുരം വർക്കലയിൽ ട്രെയിനിൽ നിന്ന് പെൺകുട്ടിയെ തള്ളിയിട്ട സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയാണ് പെൺകുട്ടിയെ തള്ളിയിട്ടത് എന്ന് FIR-ൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതി സുരേഷ് കുമാറിനെതിരെ വധശ്രമത്തിന് കേസെടുത്തു. ചികിത്സയിലുള്ള പെൺകുട്ടിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ അറിയിച്ചു. തിരുവനന്തപുരം പാലോട് സ്വദേശിയായ 19-കാരിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഗുരുതരമായ പരാമർശങ്ങളാണ് FIR-ലുള്ളത്. വെള്ളറട സ്വദേശി സുരേഷ് കുമാർ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയാണ് പെൺകുട്ടിയെ ട്രെയിനിൽ നിന്നും തള്ളിയിട്ടത്. നടുവിന് ചവിട്ടി പുറത്തേക്കിട്ട ശേഷം ഒപ്പമുണ്ടായിരുന്ന സഹയാത്രികയെയും തള്ളിയിടാൻ ശ്രമിച്ചു. ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്ന് പുറത്തേക്കെറിഞ്ഞ് കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നും പോലീസ് FIR-ലുണ്ട്. കുറ്റസമ്മതം നടത്തിയ ഇയാളെ ട്രെയിനിലുണ്ടായിരുന്ന യാത്രക്കാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതേസമയം ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടി നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിലെ ട്രോമാ കെയർ ICU-വിലാണ് പെൺകുട്ടിയെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. 48 മണിക്കൂറിന് ശേഷം മാത്രമേ അപകടനില തരണം ചെയ്തെന്ന് സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. പ്രതിയെ ഇന്ന് വഞ്ചിയൂർ CGM കോടതിയിൽ ഹാജരാക്കും. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം വർക്കലയിൽ ട്രെയിനിൽ നിന്ന് പെൺകുട്ടിയെ തള്ളിയിട്ട പ്രതി സുരേഷ് കുമാർ കടുത്ത മദ്യപാനി എന്ന് നാട്ടുകാർ. യാത്രയെക്കുറിച്ച് പരസ്പര വിരുദ്ധമായാണ് സുരേഷ് നാട്ടുകാരോട് പറഞ്ഞത്. ഇയാളുടെ മർദ്ദനം സഹിക്കാതെ ഭാര്യ പിണങ്ങിപ്പോയിരുന്നു. വേലികെട്ടും പെയിന്റിങ്ങുമാണ് തൊഴിലെങ്കിലും വല്ലപ്പോഴും മാത്രമാണ് ജോലിക്ക് പോകാറുള്ളത്. സുരേഷിന്റെ കടുത്ത മദ്യപാനവും മദ്യപിച്ച ശേഷമുള്ള മർദ്ദനവും സഹിക്കവയ്യാതെയാണ് ഭാര്യ പിണങ്ങിപ്പോയതെന്ന് നാട്ടുകാർ പറയുന്നു. സുരേഷിനെ അറിയാം. ഇന്നലെ ഇവിടെ രാവിലെ പോണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. രണ്ട് മക്കൾ സുരേഷ് കുമാറിനൊപ്പമാണ് താമസമെങ്കിലും ചെലവിനൊന്നും കൊടുക്കാറില്ല. പണിക്ക് പോയാൽ മുഴുവനും കുടിച്ചു തീർക്കാറാണ് പതിവ്. സ്ഥിരം മദ്യപാനിയായ സുരേഷ് കുമാർ നാട്ടുകാർക്ക് പൊതുവെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നയാളല്ല. മദ്യപിച്ചില്ലെങ്കിൽ ആരുടെ മുഖത്ത് പോലും നോക്കാത്ത പ്രകൃതക്കാരൻ. പെൺകുട്ടിയെ ഇയാൾ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന വാർത്ത വെള്ളറട പനച്ചമൂട് എന്ന ഗ്രാമത്തെ ഞെട്ടിച്ചു. ഇന്നലെ മദ്യപിച്ച ശേഷമാണ് ഇയാൾ പാറശാലയിൽ നിന്ന് പെയിന്റിംഗ് ജോലിയുടെ കരാർ ഏറ്റെടുക്കാനായി ട്രെയിൻ മാർഗം ഏറ്റുമാനൂരിലേക്ക് പുറപ്പെട്ടത്. വൈകിട്ട് തിരികെ തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിലും ഇയാൾ അമിതമായി മദ്യപിച്ചിരുന്നു. വഴിമാറി തന്നില്ല എന്ന ചെറിയ കാര്യത്തിന് പ്രകോപിതനായാണ് ഇയാൾ പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് ചവിട്ടി വീഴ്ത്തിയതും മറ്റൊരു പെൺകുട്ടിയെ പുറത്തേക്ക് തള്ളിയിടാൻ ശ്രമിച്ചതും. 24 തിരുവനന്തപുരം. നെഹ്റു കുടുംബത്തിനെതിരെ ആഞ്ഞടിച്ച് കോൺഗ്രസ് നേതാവ് ഡോക്ടർ ശശി തരൂർ MP. കുടുംബവാഴ്ച ഇന്ത്യൻ ജനാധിപത്യത്തിന് ഭീഷണിയെന്നും കുടുംബാധിപത്യം അവസാനിപ്പിക്കാൻ നിയമപരമായ പരിഷ്കാരം വേണമെന്നും ഡോക്ടർ ശശി തരൂർ മംഗളം ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നു. കോൺഗ്രസിൽ കുടുംബവാഴ്ച എന്ന BJP വിമർശനത്തെ ന്യായീകരിക്കുന്നതാണ് ഡോക്ടർ തരൂരിന്റെ ലേഖനം. കോൺഗ്രസിനെതിരെ BJP ഉന്നയിക്കുന്ന ആരോപണം അതേപടി പകർത്തിയാണ് ശശി തരൂരിന്റെ വിമർശനം. ലേഖനത്തിൽ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്കയെയും സോണിയയെയും പരോക്ഷമായി തരൂർ വിമർശിക്കുന്നു. കുടുംബവാഴ്ച ഇന്ത്യൻ ജനാധിപത്യത്തിന് ഭീഷണിയാണെന്നും നെഹ്റു കുടുംബത്തിന്റെ രാഷ്ട്രീയ സ്വാധീനം മറ്റു പാർട്ടികളിലേക്കും പടർന്നുവെന്നും ലേഖനത്തിൽ പറയുന്നു. പരിചയത്തിനേക്കാൾ പാരമ്പര്യത്തിന് മുൻഗണന നൽകുന്ന രീതി ശരിയല്ല. ഇത് ഭരണ നേതൃത്വത്തിന്റെ നിലവാരം കുറയ്ക്കും. സ്ഥാനാർത്ഥിയുടെ യോഗ്യത കുടുംബപ്പേര് മാത്രമാകുന്നു. ആഭ്യന്തരമായ പാർട്ടി തെരഞ്ഞെടുപ്പുകൾ വേണമെന്നും യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ നേതാക്കളെ തിരഞ്ഞെടുക്കണമെന്നും തരൂർ ചൂണ്ടിക്കാട്ടുന്നു. AICC അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതും പാർട്ടി ദേശീയ നേതൃത്വം തനിക്കെതിരെ രംഗത്തെത്തിയതും തരൂർ തന്റെ വാക്കുകളിൽ പരോക്ഷമായി അടിവരയിടുന്നുണ്ട്. കുടുംബാധിപത്യം അവസാനിപ്പിക്കാൻ നിയമപരമായ പരിഷ്കരണം വേണമെന്ന ആവശ്യമാണ് തരൂർ മുന്നോട്ട് വയ്ക്കുന്നത്. കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി അകന്നു നിൽക്കുന്ന തരൂർ ഇതാദ്യമായിട്ടല്ല വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. തൽക്കാലം തരൂരിന്റെ വിമർശനങ്ങൾക്ക് ചെവി കൊടുക്കേണ്ടതില്ലെന്നാണ് സംസ്ഥാന ദേശീയ നേതൃത്വങ്ങളുടെ നിലപാട്. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT അന്വേഷണം ദേവസ്വം തലപ്പത്തേക്ക്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N വാസുവിനെ ചോദ്യം ചെയ്തു. വാസുവിന്റെ PA സുധീഷ് കുമാറിനെ നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് SITയുടെ ഈ നീക്കം. നിലവിൽ റിമാൻഡിൽ കഴിയുന്ന സുധീഷ് കുമാറിനായി അന്വേഷണ സംഘം ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. മുരാരി ബാബു ഇന്ന് ജാമ്യാപേക്ഷ നൽകിയേക്കും. 2019 മാർച്ചിൽ ദേവസ്വം കമ്മീഷണർ പദവി ഒഴിഞ്ഞ N വാസു പിന്നീട് നവംബറിൽ ബോർഡ് പ്രസിഡന്റായി ചുമതലയേറ്റു. 2019 ഡിസംബർ 9 സ്വർണ്ണക്കവർച്ച കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു ഇമെയിൽ N വാസുവിന് വന്നിരുന്നു. ദ്വാരപാലക ശില്പങ്ങളുടെയും ശ്രീകോവിലിന്റെയും മുഖ്യ ജോലികൾ പൂർത്തിയാക്കിയ ശേഷം സ്വർണം ബാക്കിയുണ്ടെന്നും സഹായം ആവശ്യമുള്ള പെൺകുട്ടിയുടെ വിവാഹാവശ്യത്തിന് ഇത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും പറഞ്ഞായിരുന്നു മെയിൽ. ഇക്കാര്യത്തിലുൾപ്പെടെയാണ് അന്വേഷണ സംഘം N വാസുവിനോട് വിവരം തേടിയത്. എന്നാൽ മാധ്യമങ്ങളോട് പറഞ്ഞത് തന്നെ N വാസു SITയോടും ആവർത്തിച്ചു. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ അനുമതിയല്ല, ഉപദേശം തേടിയാണ് ഇമെയിൽ വന്നത്. സന്നിധാനത്തെ സ്വർണ്ണമാണിതെന്ന് ഇമെയിൽ കിട്ടുമ്പോൾ എങ്ങനെ കരുതുമെന്നും N വാസു മൊഴി നൽകി.
എൻ വാസുവിന്റെ PA കൂടിയായിരുന്ന സുധീഷ് കുമാറിനെ ചോദ്യം ചെയ്തപ്പോൾ ചില നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. എൻ വാസുവിനെ വീണ്ടും ചോദ്യം ചെയ്തേക്കും. സ്വർണ്ണപ്പാളി ഇടപാട് സമയത്ത് ദുരൂഹ ഇമെയിൽ വന്നപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്വർണത്തിന്റെ ഭാരവ്യത്യാസമടക്കം റിപ്പോർട്ട് ചെയ്തില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. അന്വേഷണം ശരിയായ രീതിയിൽ പോകുന്നുവെന്നും ഇനി എല്ലാ കാര്യത്തിലും വിജിലൻസ് SP-യുടെ മേൽനോട്ടമുണ്ടാകുമെന്നും ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് SP-യുടെ കൃത്യമായ നിരീക്ഷണവും പരിശോധനയും അവിടെ നിയമിക്കുന്ന മേൽശാന്തിമാരുടെ കീഴ്ശാന്തിമാരുടെ കാര്യത്തിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവരുടെ സകല ബാക്ക്ഗ്രൗണ്ടുകളും പരിശോധിച്ച് മാത്രമേ ഇനി മുതൽ അവിടെ തന്ത്രിമാരുടെ ആയാലും ശരി തന്നെ മേൽശാന്തിമാരുടെ ആയാലും ശരി തന്നെ അവരുടെ കീഴ്ശാന്തിമാരെ നിയമിക്കുന്നതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ വിജിലൻസിന്റെ ശക്തമായ നിരീക്ഷണവും പരിശോധനയും ഉണ്ടായി മാത്രമേ ചെയ്യുകയുള്ളൂ. അതിനിടെ കട്ടിളപ്പാളിയിലെ സ്വർണം മോഷ്ടിച്ച കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് രേഖപ്പെടുത്തി റാന്നി കോടതിയിൽ ഹാജരാക്കി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനായി ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. ആസൂത്രണത്തിൽ ഉൾപ്പെട്ട കൂടുതൽ ഉന്നതരെ അടുത്ത ദിവസം SIT ചോദ്യം ചെയ്യുമെന്നാണ് വിവരം. 24 തിരുവനന്തപുരം. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തുനിന്ന് പ്രേംകുമാറിനെ മാറ്റിയത് ഭരണസമിതിയുടെ കാലാവധി കഴിഞ്ഞത് കൊണ്ടാണ് എന്ന് മന്ത്രി സജി ചെറിയാൻ. സർക്കാരിന് അതിൽ തെറ്റ് സംഭവിച്ചിട്ടില്ല. സ്ഥാനമാറ്റം അറിയിക്കേണ്ടത് അക്കാദമിയാണ്. ആശാസമരത്തെ പ്രകീർത്തിച്ചത് കൊണ്ടാണ് പ്രേംകുമാറിനോട് അനിഷ്ടം എന്ന വാദം ശരിയല്ല എന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. നമ്മുടെ മുമ്പിൽ പ്രേംകുമാർ ചെയ്ത സേവനങ്ങളെ അങ്ങേയറ്റം മാനിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഞങ്ങൾ പ്രേംകുമാറിനെ പോലൊരു കലാകാരന് നല്ല അംഗീകാരം കൊടുത്തു. അദ്ദേഹത്തെക്കാൾ നല്ല കലാകാരന്മാരോ അല്ലാതേക്കാൾ കൂടിയ മികവ് തെളിയിച്ച ആളുകളോ കേരളത്തിൽ ഇല്ലാഞ്ഞിട്ടാണോ? പക്ഷേ ഞങ്ങളോടൊപ്പം സഞ്ചരിച്ച ഒരാളാണ്, ഇപ്പോഴും ഞങ്ങളോടൊപ്പം സഞ്ചരിക്കുന്നു. അദ്ദേഹത്തെ ഞങ്ങൾ നല്ല അംഗീകാരം കൊടുത്തു. അദ്ദേഹം നന്നായി പ്രവർത്തിക്കുകയും ചെയ്തു. കാലാവധി കഴിഞ്ഞാൽ പുതിയൊരു ടീമിനെ വെച്ചു, അത്രേ ഉള്ളൂ. ആ വെച്ച ടീം ഒട്ടും മോശമെന്ന് നിങ്ങൾ തന്നെ പറയുന്നത്, ഇത് രണ്ടുകൂടെ പറയുന്നത്. ലിയോണൽ മെസ്സി കേരളത്തിലെത്തുമെന്ന് വീണ്ടും അവകാശവാദവുമായി കായിക മന്ത്രി V അബ്ദുറഹ്മാൻ. മാർച്ചിൽ വരുമെന്ന് ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. 15 ദിവസത്തിനുള്ളിൽ സ്റ്റേഡിയത്തിന് FIFA അംഗീകാരം നൽകും. മെസ്സി വരുന്നതിൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഉടൻ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുമെന്നും മന്ത്രിയുടെ അവകാശവാദം. AFAയുടെ മെയിൽ സ്പോർട്സ് മിനിസ്റ്റർക്ക് വന്നതാണ് ഇപ്പോൾ പറയുന്നത്. ഞാനത് പുറത്തുവിടാത്തത് എനിക്കിതുമായി ബന്ധപ്പെട്ട് AFAയുമായി ഒന്നുകൂടി ചർച്ച ചെയ്ത് ഈ ഡേറ്റ് ഉറപ്പിക്കേണ്ടതുണ്ട്. സംയുക്തമായിട്ടുള്ള ഒരു ഡേറ്റ് അനൗൺസ്മെൻ്റാണ് ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം ഇതിൻ്റെ എല്ലാ ഭാഗവും ഏറ്റെടുക്കാൻ കഴിയില്ല. FIFA വിൻഡോയിൽ വരുന്ന കളികൾക്ക് FIFAയുടെ പോയിന്റ് ഉണ്ട്. അതിൽ മത്സരിച്ചാൽ അവർക്ക് 4 പോയിന്റ് ആ ടീമിന് ലഭിക്കും. അതാണ് ഇവരൊക്കെ പ്രശ്നം. ആ പോയിന്റ് ലഭിക്കണമെങ്കിൽ ആ സ്റ്റാൻഡേർഡിലുള്ള സ്റ്റേഡിയത്തിലായിരിക്കണം അവർക്കുള്ളത്. ഇന്ത്യയിൽ നമുക്ക് ഇപ്പോൾ അടുത്ത ആഴ്ചയോടുകൂടി നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു. അടുത്ത ആഴ്ചയോടുകൂടി മാക്സിമം 15 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് FIFA അംഗീകാരം നമ്മുടെ സ്റ്റേഡിയത്തിന് കിട്ടും. ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പിന് 3 ദിവസം മാത്രം ബാക്കി നിൽക്കെ ദേശീയ നേതാക്കളെ അണിനിരത്തി പ്രചാരണം കൊഴുപ്പിച്ച് മുന്നണികൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബീഹാർ പര്യടനം തുടരുകയാണ്. പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഇന്ന് സംസ്ഥാനത്ത് പ്രചാരണം നടത്തും. അതേസമയം പ്രചാരണത്തിനിടെ രാഹുൽ ഗാന്ധി കുളത്തിലിറങ്ങിയ സംഭവത്തിൽ കോൺഗ്രസും BJPയും തമ്മിൽ പോര് കടുത്തു. നരേന്ദ്രമോദി, യോഗി ആദിത്യനാഥ്, പ്രിയങ്ക ഗാന്ധി അങ്ങനെ ഇന്നും താരപ്രചാരകരുടെ നീണ്ട നിര സംസ്ഥാനത്തുണ്ട്. മഹാസഖ്യത്തിലുള്ളത് 3 കുരങ്ങുകളാണെന്ന് യോഗി ആദിത്യനാഥ് പരിഹസിച്ചു. गांधी के 3 बंदरों के बारे में सुना होगा, लेकिन आज इंडी गठबंधन के 3 और बंदर आ गए. ये 3 बंदर पप्पू, टप्पू और अप्पू के नाम पर. പ്രധാനമന്ത്രിയുടെ തുടർച്ചയായ വരവ് അദ്ദേഹത്തിന്റെ മുൻഗണനകളിൽ ബീഹാർ ഉള്ളതുകൊണ്ടാണെന്ന് LJP നേതാവ് ചിരാഗ് പാസ്വാൻ പറഞ്ഞു. വിശ്രമത്തിന് ഇടവേള നൽകി ലാലു പ്രസാദ് യാദവും ഇന്ന് റോഡ് ഷോ നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ബെഗുസറായിയിൽ മത്സ്യത്തൊഴിലാളികളോടൊപ്പം രാഹുൽ ഗാന്ധി കുളത്തിൽ ഇറങ്ങിയത്. പ്രശ്നങ്ങൾ നേരിട്ട് അറിയാനും താൻ മത്സ്യത്തൊഴിലാളികൾക്കൊപ്പമാണെന്ന് ബോധ്യപ്പെടുത്താനുമാണ് കുളത്തിൽ ഇറങ്ങിയതെന്ന് രാഹുൽ വിശദീകരിക്കുന്നു. എന്നാൽ ഇലക്ഷൻ സ്റ്റണ്ട് എന്ന വിമർശനമാണ് BJP ഉയർത്തുന്നത്. ബെഗുസറായിലെ കുളം വൃത്തിയുള്ളത് കൊണ്ടാണ് രാഹുൽ ഇറങ്ങിയതെന്നും സർക്കാർ നേട്ടമാണ് ഇതെന്നും ബീഹാർ BJP സമൂഹ മാധ്യമങ്ങളിൽ അവകാശപ്പെട്ടു. ബീഹാറിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. തെരുവുനായ ആക്രമണവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി സ്വമേധയാ സ്വീകരിച്ച കേസിൽ ഇടക്കാല ഉത്തരവ് വെള്ളിയാഴ്ച. സംസ്ഥാനങ്ങൾ സമർപ്പിച്ച മറുപടി പരിശോധിച്ച ശേഷമായിരിക്കും ജസ്റ്റിസ് വിക്രംനാഥിന്റെ ബെഞ്ച് ഉത്തരവ് പറയുക. ഉപരാഷ്ട്രപതി സംസ്ഥാനം സന്ദർശിക്കുന്നതിൽ
നേരിട്ട് ഹാജരാകാൻ കഴിയില്ലെന്ന് കേരള ചീഫ് സെക്രട്ടറിയുടെ ആവശ്യം കോടതി അംഗീകരിച്ചു. ചീഫ് സെക്രട്ടറിക്ക് പകരം തദ്ദേശ വകുപ്പ് സെക്രട്ടറി ടിങ്കു ബിസ്വാലാണ് ഹാജരായത്. ദേശീയ മൃഗക്ഷേമ ബോർഡിനെ സുപ്രീം കോടതി കേസിൽ കക്ഷി ചേർത്തു. സംസ്ഥാനങ്ങളുടെ മറുപടി ക്രോഡീകരിച്ച് സമർപ്പിക്കാൻ അമിക്കസ് ക്യൂറിക്ക് നിർദ്ദേശം നൽകി. ഇടക്കാല ഉത്തരവിന് ശേഷം എല്ലാ കക്ഷികളുടെയും വാദം കേൾക്കുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. കോഴിക്കോട് ഫറോക്കിൽ ചരക്ക് ലോറി മറിഞ്ഞ അപകടം. മുനിസിപ്പൽ ചെയർമാൻ NC റസാക്കിന്റെ വീടിന് മുകളിലേക്കാണ് ലോറി മറിഞ്ഞത്. തലനാരിഴയ്ക്കാണ് വലിയ അപകടം ഒഴിവായത്. രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. സിമന്റ് കയറ്റി വന്ന ലോറി റോഡരികിൽ നിർത്തിയിട്ടതായിരുന്നു. അമിതഭാരത്താൽ മതിലിടിഞ്ഞ് ലോറി താഴേക്ക് പതിച്ചു. വീടിന്റെ സിറ്റൗട്ട് ഉൾപ്പെടുന്ന ഭാഗം പൂർണ്ണമായും തകർന്നു. അപകട സമയത്ത് ആരും ഉണ്ടാവാതിരുന്നതിനാലാണ് ദുരന്തം ഒഴിവായത്. ഇത് എന്താ വെച്ചാൽ 40 ടണ്ണിൻ്റെ അടുത്തുള്ള വെയിറ്റുള്ള ലോറിയാണിത്. അത് പിടിച്ച് നന്നായിട്ട് ഇടിഞ്ഞ് വീട്ടിലേക്ക് മറിഞ്ഞ് നല്ല കാലത്തിൽ കുട്ടികൾ സ്കൂളിൽ പോയി, മകൻ പുറത്തു പോയി, കാറെടുത്ത് പുറത്തു പോയതാണ്. ഭാര്യയും മരുമകളും അകത്ത് അടുക്കളപ്പണിയിലാണ്. അവന് ദൈവാനുഗ്രഹം രക്ഷപ്പെട്ടു. ശാരീരികമായ ഒരു പ്രയാസം ഉണ്ടായില്ല. പ്രദേശത്തെ അനധികൃത പാർക്കിംഗ് ആണ് അപകടത്തിന് ഇടയാക്കിയത്. തമിഴ്നാട്ടിൽ നിന്ന് ചരക്കുമായി വന്ന ആന്ധ്രാപ്രദേശ് രജിസ്ട്രേഷൻ ഉള്ള ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ വലിയ നാശനഷ്ടമുണ്ടായെങ്കിലും ആളപായമുണ്ടായില്ല എന്നത് ആശ്വാസമാണ്. അനധികൃത പാർക്കിംഗ് ഒഴിവാക്കാൻ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഫറൂഖിൽ നിന്ന് അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം സമീർ സി മുഹമ്മദ്, 24. ഇടുക്കി മൂന്നാറിൽ വിനോദസഞ്ചാരത്തിനെത്തിയ യുവതിക്ക് ടാക്സി ഡ്രൈവർമാരിൽ നിന്ന് മോശം അനുഭവം നേരിട്ടതായി പരാതി. മുംബൈ സ്വദേശി ജാൻവിയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ദുരനുഭവം വ്യക്തമാക്കി വീഡിയോ പങ്കുവച്ചത്. സംഭവത്തിൽ മൂന്നാർ പോലീസ് കേസെടുത്തു. We found the Uber guy, we started loading our bags, and as soon as we started doing that, out of nowhere, 5 to 6 men appeared. Apparently, they had been following us. These people, they started threatening our cab driver, telling him that he can't take us. Nobody asked us. We obviously didn't understand the language, but we understood the aggression in it and started feeling extremely unsafe. ഒക്ടോബർ 31 മൂന്നാറിൽ നിന്ന് ജാൻവി യൂബർ ടാക്സി ബുക്ക് ചെയ്തിരുന്നു. എന്നാൽ ഇതിൽ സഞ്ചരിക്കാൻ ടാക്സി ഡ്രൈവർമാർ അനുവദിച്ചില്ലെന്നാണ് പരാതി. 6 പേരുടെ സംഘം തടഞ്ഞുവെച്ചു എന്ന് വീഡിയോയിൽ പറയുന്നു. പോലീസിൽ വിവരമറിയിച്ചിട്ടും അനുകൂല നിലപാടുണ്ടായില്ല എന്നും പരാതി. ദുരനുഭവം പങ്കുവച്ച വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ ഇടുക്കി SP-യുടെ നിർദ്ദേശപ്രകാരം മൂന്നാർ പോലീസ് കേസെടുത്തു. പെൺകുട്ടി പറയുന്ന കാര്യം ദൗർഭാഗ്യകരമെന്ന് ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ്. വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ്. അത് ബന്ധപ്പെട്ട മറ്റ് വകുപ്പുകളുണ്ട്. ആ വകുപ്പുകളിലെ മന്ത്രിമാരും മറ്റ് സംഘടനകളുമൊക്കെയായി ചർച്ച ചെയ്യേണ്ട പ്രശ്നമാണ്. വളരെ സുരക്ഷിതമായി ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ആസ്വദിക്കാനും ജീവിക്കാനും പറ്റുന്ന സ്ഥലം കേരളമാണ്. പോലീസ് കേസെടുത്തതിന് പിന്നാലെ യുവതി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ പിൻവലിച്ചു. സംഘം ചേർന്ന് തടഞ്ഞുവെക്കൽ, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് മൂന്നാർ പോലീസ് കേസെടുത്തത്. യുവതിയിൽ നിന്ന് നേരിട്ട് വിവരങ്ങൾ ശേഖരിക്കാനും പോലീസ് ശ്രമം തുടങ്ങി. 24 ഇടുക്കി. കണ്ണൂർ പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട ഷെറിനെ രക്തസാക്ഷിയാക്കി ഡിവൈഎഫ്ഐ പ്രമേയം. കുന്നോത്തുപറമ്പ് മേഖലാ സമ്മേളനത്തിലെ രക്തസാക്ഷി പ്രമേയത്തിലാണ് ഷെറിന്റെ പേര് ഉൾപ്പെടുത്തിയത്. നേരത്തെ CPM-ഉം ഡിവൈഎഫ്ഐയും തള്ളിപ്പറഞ്ഞ പ്രവർത്തകനെയാണ് രക്തസാക്ഷിയായി ഇപ്പോൾ അവതരിപ്പിച്ചത്. 2024 ഏപ്രിൽ 5-നാണ് പാനൂർ മുളിയാത്തോട് വീടിന്റെ ടെറസിൽ നിന്ന് ബോംബ് നിർമ്മിക്കുന്നതിനിടെ സ്ഫോടനമുണ്ടായത്. ഡിവൈഎഫ്ഐ പ്രവർത്തകനായ കാട്ടിന്റെ വിട ഷെറിൻ സ്ഫോടനത്തിൽ മരിക്കുകയും മറ്റൊരു യുവാവിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 15 ഡിവൈഎഫ്ഐ പ്രവർത്തകരായിരുന്നു കേസിൽ പ്രതികൾ. സംഭവത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്നായിരുന്നു CPIM നേതൃത്വത്തിന്റെ വിശദീകരണം. കൊല്ലപ്പെട്ട ഷെറിനെ ഉൾപ്പെടെ പാർട്ടി അന്ന് തള്ളിപ്പറയുകയും ചെയ്തു. പരസ്യമായി തള്ളിപ്പറഞ്ഞ നിലപാട് തുടരുന്നതിനിടെയാണ് രക്തസാക്ഷി പ്രമേയത്തിലൂടെ ബോംബ് നിർമ്മാതാക്കൾക്ക് രക്തസാക്ഷി പരിവേഷം ഡിവൈഎഫ്ഐ നൽകുന്നത്. ഈ സമ്മേളനം മരിച്ചുവെന്ന് രേഖപ്പെടുത്തുന്നു. രക്തസാക്ഷി പ്രമേയത്തിൽ എങ്ങനെ ഷെറിൻ ഉൾപ്പെട്ടു എന്നത് പരിശോധിക്കുമെന്ന് ഡിവൈഎഫ്ഐ പാനൂർ ബ്ലോക്ക് കമ്മിറ്റി അറിയിച്ചു. 24 കണ്ണൂർ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ് മേയർ സ്ഥാനാർത്ഥി KS ശബരിനാഥനെതിരെ VV രാജേഷിനെ മത്സരിപ്പിക്കാൻ BJP നീക്കം. BJP സ്ഥാനാർത്ഥി നിർണയം അന്തിമഘട്ടത്തിലാണ്. വാർഡുതല പട്ടിക ജില്ലാ നേതൃത്വത്തിന് കൈമാറി. K മുരളീധരൻ നയിക്കുന്ന ജനകീയ വിചാരണ ജാഥ ഇന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ വേഗത്തിലാക്കി CPIM-ഉം. KS ശബരിനാഥനെതിരെ മുൻ ജില്ലാ അധ്യക്ഷനായ VV രാജേഷിനെ കവടിയാറിൽ കളത്തിലിറക്കാനാണ് BJP-യിൽ ആലോചന. BJP സ്ഥാനാർത്ഥി നിർണയം അന്തിമഘട്ടത്തിലാണ്. വാർഡു തലങ്ങളിൽ നിന്നുള്ള 3-അംഗ സ്ഥാനാർത്ഥി പട്ടിക ജില്ലാ നേതൃത്വത്തിന് കൈമാറി. സംസ്ഥാന അധ്യക്ഷന്റെ അംഗീകാരത്തോടെ ഒരാഴ്ചയ്ക്കുള്ളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനാണ് തിരുവനന്തപുരം നഗരസഭയുടെ ചുമതല. ബുധനാഴ്ച മുതൽ പദയാത്രകൾ ആരംഭിക്കും.
സംസ്ഥാന നേതാക്കൾ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്ന നിയമസഭാ മണ്ഡലം കേന്ദ്രീകരിച്ചാണ് പദയാത്രകൾ. നഗരസഭാ സ്ഥാനാർത്ഥിത്വം ഏറ്റെടുക്കുന്നുവെന്നും നഗരത്തിന്റെ നഷ്ടപ്രതാപം വീണ്ടെടുക്കുകയാണ് UDF ലക്ഷ്യമെന്നും KS ശബരിനാഥൻ. തിരുവനന്തപുരത്തിന്റെ ഒരു വാർഡിൽ, പ്രത്യേകിച്ച് എൻ്റെ പാർട്ടി മണ്ഡലമായ ശാസ്ത്രമംഗലത്തിൽ ഉൾപ്പെടുന്ന കവടിയാറിന്റെ ഭാഗം ഉള്ള ഈ ഒരു വാർഡ് പ്രതിനിധാനം ചെയ്യാനുള്ള ഒരു അവസരം പാർട്ടി നൽകുന്നത് സന്തോഷപൂർവ്വം സ്വീകരിക്കുകയാണ്. അതിവേഗം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഇടതുമുന്നണിയും നീക്കം തുടങ്ങി. ഘടകകക്ഷികളുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. മേയർ സ്ഥാനാർത്ഥിയായി SP ദീപകിന്റെ പേരാണ് സജീവ പരിഗണനയിലുള്ളത്. 24 തിരുവനന്തപുരം. ലാഭം ലഭിച്ചെങ്കിൽ പാലിയക്കരയിലെ ടോൾ അവസാനിപ്പിച്ചുകൂടെ എന്ന് ഹൈക്കോടതി. ടോൾ പിരിവ് അനന്തമായി നീട്ടിക്കൊണ്ടു പോകുന്നതിന് പരിഹാരം കാണേണ്ടതുണ്ട് എന്ന് കോടതി പറഞ്ഞു. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന ഇടങ്ങളിൽ സ്ഥിതിഗതികൾ മാറ്റമില്ലാതെ തുടരുന്നു എന്ന് കളക്ടർ കോടതിയിൽ റിപ്പോർട്ട് നൽകി. പലയിടത്തും ആഴത്തിൽ കുഴി എടുത്തിട്ടുണ്ടെങ്കിലും ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടില്ല. ഇത് യാത്രക്കാർക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്നുണ്ട് എന്നും കളക്ടർ കോടതിയെ അറിയിച്ചു. ട്രാഫിക് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ സമയാസമയം പാലിക്കണമെന്ന് ദേശീയപാത അതോറിറ്റിയോട് കോടതി നിർദ്ദേശിച്ചു. നിർദ്ദേശങ്ങൾ പാലിച്ച് 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാൻ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകി. അതേസമയം ടോൾ പിരിക്കാൻ നൽകിയ അനുമതി തുടരുമെന്ന് കോടതി വ്യക്തമാക്കി. ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്കാണ്. കൊച്ചി കോർപ്പറേഷൻ സെക്രട്ടറിക്ക് മുന്നിൽ UDF കൗൺസിലർമാരുടെ പ്രതിഷേധം. കലൂർ സ്റ്റേഡിയത്തിലെ അനധികൃത നിർമ്മാണത്തിൽ സ്റ്റോപ്പ് മെമ്മോ നൽകാത്തതിനെ തുടർന്നാണ് പ്രതിഷേധം. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആൻമരിയ സണ്ണി വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. എന്താണ് UDF അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ കൗൺസിലർമാരുടെ ആവശ്യം? ഏതെങ്കിലും തരത്തിൽ ഇടപെടൽ ഉണ്ടാകുമോ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന്? സ്റ്റേഡിയത്തിന്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിവിധ തരത്തിലുള്ള ചട്ടലംഘനങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് കുറച്ച് നാളുകളായിട്ട് UDF കൗൺസിലർമാർ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. കലൂർ സ്റ്റേഡിയത്തിന് ഉള്ളിൽ വരെ പ്രതിഷേധം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് കോർപ്പറേഷൻ ഓഫീസിൽ സെക്രട്ടറിക്ക് മുൻപിലാണ് അവർ പ്രതിഷേധം നടത്തുന്നത്. അതിന് പിന്നിലുള്ള കാരണം എന്ന് പറയുന്നത് ഈ സ്റ്റേഡിയത്തിന്റെ അടുത്തുള്ള കാരണക്കോടം തോട്, അതിന്റെ സംരക്ഷണ ഭിത്തിക്ക് മുകളിലായിട്ടാണ് ഇപ്പോൾ നിലവിൽ ഈ കലൂർ സ്റ്റേഡിയത്തിന്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മതിൽ കെട്ടിയിരിക്കുന്നത്. ആ രീതിയിൽ ഒരു മതിൽ കെട്ടിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ തോട് അത് നവീകരിക്കുന്നതിന് വേണ്ടിയിട്ടോ അത് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ ഒന്നും സാധിക്കുകയില്ല. അപ്പോൾ അതിന് സ്റ്റോപ്പ് മെമ്മോ നൽകണമെന്ന് ആദ്യഘട്ടത്തിൽ ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നിർത്തിവെക്കണമെന്നുള്ളൊരു താൽക്കാലികമായിട്ടുള്ള ചെറിയ നിർദ്ദേശം മാത്രമാണ് നൽകിയിരിക്കുന്നത്. ഒരു സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ അതിലൊരു പ്രതിഷേധവുമായിട്ട് ഇപ്പോൾ UDF കൗൺസിലർമാർ സെക്രട്ടറിക്ക് മുൻപിൽ എത്തിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ അവർ സെക്രട്ടറിയുമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. മുദ്രാവാക്യമൊക്കെ വിളിച്ചുകൊണ്ടാണ് അവർ വന്നിരുന്നത്. ഒരു സ്റ്റോപ്പ് മെമ്മോ നൽകാതെ നമ്മൾ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്നാണ്. സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാനായിട്ട് ഇന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ ബന്ധപ്പെട്ട AXE ഇല്ലെന്നാണ് അമ്പിളി മാഡം, ഇവിടുത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞത്. ഇവിടെ GCD എന്ന സ്ഥാപനമായതുകൊണ്ട് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയമായി ഇവിടെ കളിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ വലിയ തോടിൻ്റെ മുകളിൽ ഇത്രയും വലിയ നിർമ്മാണം നടത്തുമ്പോൾ ആ സ്പോട്ടിൽ എഴുതി കൊടുക്കണം. അതിനകത്ത് ഫയലൊന്നും വരേണ്ട കാര്യമില്ല. ഇപ്പോൾ സാങ്കേതികമായ കാരണങ്ങളാണ് പറയുന്നത്. AXE ഫയൽ കൊണ്ടുവരണം, ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞത്. ഇത്രയും വാർത്താ പ്രാധാന്യമുള്ള ഇത്രയും അടിയന്തരമായ ഒരു കൃത്യവിലോപം നടന്നിട്ട് അടിയന്തരമായി സ്പോട്ടിൽ അതിന് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കേണ്ട സെക്രട്ടറി പറയുകയാണ് ആ AXE ഫയൽ വരട്ടെ, ഫയൽ തരണം. അപ്പോൾ ഇതിന് കൃത്യമായ ഒരു നിർദ്ദേശം നൽകാതെ ഞങ്ങൾ ഇവിടെ നിന്ന് പിൻവാങ്ങുന്ന പ്രശ്നമില്ല. കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം, അത് ആ സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടില്ല എങ്കിൽ ആ പ്രതിഷേധം അത് തുടരുക തന്നെ ചെയ്യുമെന്നാണ് വിജയകുമാർ പ്രതിഷേധക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ആൻമരിയ സണ്ണിയാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. കോഴിക്കോട് താമരശ്ശേരി ഫ്രഷ് കട്ട് അറവുമാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരെ വീണ്ടും സമരത്തിനൊരുങ്ങി സമരസമിതി. നാളെ വൈകുന്നേരത്തോടെ സമരം ആരംഭിക്കും. കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് കടക്കാനാണ് രാഷ്ട്രീയ പാർട്ടികളുടെയും തീരുമാനം. ഫ്രഷ് കട്ട് തുറന്ന് പ്രവർത്തിക്കാൻ ജില്ലാ കളക്ടർ നൽകിയ അനുമതിക്കെതിരെ വീണ്ടും സമരം ചെയ്യാനാണ് സമരസമിതിയുടെ തീരുമാനം. നാളെ വൈകുന്നേരം 4 മണിക്ക് സമരം തുടങ്ങും. അനിശ്ചിതകാല സമരം MN കാരശ്ശേരി ഉദ്ഘാടനം ചെയ്യും. താമരശ്ശേരി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ മുസ്ലിം ലീഗ് പ്രതിഷേധം സംഘടിപ്പിച്ചു. കട്ടിപ്പാറയിലെ ജനങ്ങൾ ശ്വസിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിലാണെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. ജനങ്ങളെ വേട്ടയാടിയിട്ട് കാര്യമില്ല. ജനങ്ങൾ അനുഭവിക്കുന്ന ഈ ദുർഗന്ധത്തിന് ശ്വസിക്കാനുള്ള അവകാശം വകവെച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അതിന് പരിഹാരം ഉണ്ടാക്കാനുള്ള കൂടിയാലോചനകൾ ഉടനെ തുടങ്ങണം. ജനങ്ങൾ സഹകരിക്കും, യാതൊരു സംശയം വേണ്ട. പക്ഷേ അവർക്ക് ഈ ദുർഗന്ധം ശമിക്കുന്ന ഒരു തീരുമാനം ഉണ്ടായാൽ മതി. അതില്ലാതെ അവരെ അടിച്ചൊതുക്കി പ്ലാന്റ് നടത്തുക എന്നുള്ളത് അത് അസാധ്യമായ കാര്യമാണ്. പോലീസിന്റെ നരനായാട്ടാണ് താമരശ്ശേരിയിൽ നടക്കുന്നതെന്ന് MK മുനീർ MLA. ജനങ്ങളുടെ ന്യായമായ സമരത്തിനൊപ്പം ഏതറ്റം വരെയും പോകുമെന്നാണ് DYFI നിലപാട്. DYFI നിലപാടിനൊപ്പമാണ് CPM എന്ന് താമരശ്ശേരി ഏരിയ സെക്രട്ടറി ബാബു K 24നോട്. ജനങ്ങളുടെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാതെ അത് തുറന്ന് പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ നടപടികളുമായി മുന്നോട്ട് പോയാൽ
അതിനെ അതിശക്തമായി എതിർക്കപ്പെടേണ്ടതാണ്. ആദ്യാവസാനം വരെ ആ പ്രക്ഷോഭ സമരങ്ങളുടെ ഭാഗമായി DYFI ഉണ്ടാകുമെന്നുകൂടി അറിയിക്കുകയാണ്. വിഷയത്തിൽ കളക്ടർ വിളിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം UDF ബഹിഷ്കരിച്ചിട്ടുണ്ട്. ജനപ്രതിനിധികളെ വിളിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ബഹിഷ്കരണം. 24 കോഴിക്കോട്. കോഴിക്കോട് കൊടുവള്ളി നഗരസഭയിലെ വോട്ടർ പട്ടിക ക്രമക്കേടിന് പിന്നാലെ അനധികൃത അവധിയിൽ പോയ നഗരസഭാ സെക്രട്ടറിക്കെതിരെ ഇന്ന് നടപടിക്ക് സാധ്യത. നഗരസഭാ സെക്രട്ടറി VS മനോജിനെ അടിയന്തരമായി സ്ഥലം മാറ്റാനും തുടർ നടപടികൾ സ്വീകരിക്കാനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തദ്ദേശ വകുപ്പ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. അതേസമയം വിഷയത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് UDF. 10 ദിവസമായി അനധികൃതമായി ജോലിക്ക് ഹാജരാകാത്തതിനാണ് നടപടി. VS മനോജിനെ അടിയന്തരമായി സ്ഥലം മാറ്റാനും തുടർ നടപടികൾ സ്വീകരിക്കാനുമാണ് തദ്ദേശ വകുപ്പ് സെക്രട്ടറിക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയത്. കളക്ടറുടെ റിപ്പോർട്ട് പ്രകാരമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കം. കൊടുവള്ളി റിട്ടേണിംഗ് ഓഫീസർ കൂടിയാണ് VS മനോജ്. കൊടുവള്ളി നഗരസഭയിലെ വോട്ടർ പട്ടികയിൽ വൻ ക്രമക്കേട് നടന്നതായി അസിസ്റ്റന്റ് ഇലക്ഷൻ റിട്ടേണിംഗ് ഓഫീസർ കൂടിയായ നഗരസഭാ അസിസ്റ്റന്റ് സെക്രട്ടറിയാണ് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. വോട്ടുകൾ പല വാർഡുകളിൽ നിന്നും കൂട്ടത്തോടെ മാറ്റിയിട്ടുണ്ടെങ്കിലും അത് സംബന്ധിച്ച രേഖകൾ ഓഫീസിലില്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. LDF സമ്മർദ്ദത്തിന്റെയും ഭരണസ്വാധീനത്തിന്റെയും ഭാഗമായാണ് ഉദ്യോഗസ്ഥൻ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിയതെന്നാണ് ആരോപണം. എന്നാൽ UDF ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളുകയാണ് CPIM. മുൻ നഗരസഭാ സെക്രട്ടറിയെ കൂട്ടുപിടിച്ച് UDF ആണ് ക്രമക്കേട് നടത്തിയതെന്നാണ് LDF ആരോപിക്കുന്നത്. 24 കോഴിക്കോട്. തൃശൂർ കുതിരാനിൽ ഭീതി പടർത്തുന്ന കാട്ടുകൊമ്പനെ പൂട്ടാൻ വനം വകുപ്പ്. വയനാട്ടിൽ നിന്ന് കുങ്കിയാനകളെ എത്തിച്ച് ആനയെ കാട് കയറ്റി സോളാർ വേലി സ്ഥാപിക്കാനാണ് പദ്ധതി. നാട്ടുകാരുടെ പ്രതിഷേധത്തിന് പിന്നാലെ വനമന്ത്രി AK ശശീന്ദ്രൻ സ്ഥലം സന്ദർശിച്ചു. ആനയെ നിരീക്ഷിക്കാൻ വനം വകുപ്പ് AI ക്യാമറകളും സ്ഥാപിച്ചു. കഴിഞ്ഞ ദിവസമാണ് പ്രദേശത്തെത്തിയ കാട്ടുകൊമ്പൻ വനം വാച്ചറെ ആക്രമിച്ചത്. പ്രദേശവാസികൾ മാസങ്ങളായി ഭീതിയിലാണ്. പ്രതിഷേധം ശക്തമായതോടെയാണ് കൊമ്പനെ കാട് കയറ്റാൻ വനം വകുപ്പ് ദൗത്യം തുടങ്ങിയത്. ഇതിനായി വയനാട്ടിൽ നിന്നുള്ള പ്രത്യേക സംഘം കുതിരാനിലെത്തി. ഡ്രോണുകൾ ഉപയോഗിച്ചും ക്യാമറകൾ ഉപയോഗിച്ചും ആനയെ നിരീക്ഷിച്ചു വരികയാണ്. ആവശ്യമെങ്കിൽ മയക്കുവെടി വെക്കുന്നതുൾപ്പെടെ പരിഗണിക്കുമെന്ന് വനം മന്ത്രി വ്യക്തമാക്കി. മയക്കുവെടി വെക്കണമെങ്കിൽ മറ്റൊന്നെങ്കിലും ഇതിൽ ട്രാപ്പിൽ വീഴണം. പിന്നെ ഇപ്പം പുതുതായി വന്നൊരു നിർദ്ദേശം കുങ്കിയാനകളെ കൊണ്ടുവന്ന്, പക്ഷേ ഇത് ട്രാപ്പിൽ വീണാൽ മയക്കുവെടി ഒന്നും വെക്കാൻ കഴിയില്ലെങ്കിലാണല്ലോ. അപ്പോൾ ആ നിർദ്ദേശം സ്വീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പ്രദേശവാസികളുമായി ചർച്ച നടത്തിയ വനമന്ത്രി സർക്കാരിന് ചെയ്യാനാവുന്നതെല്ലാം ചെയ്യുമെന്ന് ഉറപ്പ് നൽകി. സന്തോഷം, നാട്ടുകാർക്ക് എല്ലാവർക്കും സന്തോഷം. ഇവിടെ എത്തിയല്ലോ സാർ, ഞങ്ങൾക്ക് പരിഹരിക്കും ഉറപ്പായിട്ട്. സാർ വാക്ക് പറഞ്ഞ വാക്കായിരിക്കും. ആനയുടെ ആരോഗ്യസ്ഥിതി കൂടി കണക്കിലെടുത്താകും വനം വകുപ്പിന്റെ തുടർ നടപടി. 24 തൃശൂർ. കൂടുതൽ കേരള വാർത്തകൾ ചുരുക്കത്തിൽ നോക്കാം. എറണാകുളം കാക്കനാട് സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക്. മോട്ടോർ വാഹന വകുപ്പ് പരിശോധനയ്ക്കെതിരെയാണ് പണിമുടക്ക്. നിരവധി യാത്രക്കാർ വഴിയിൽ കുടുങ്ങി. ആലപ്പുഴ ചേർത്തല റെയിൽവേ സ്റ്റേഷന് സമീപം അസ്ഥികൂടം കണ്ടെത്തി. ദേശീയപാതയോട് ചേർന്നുള്ള കുറ്റിക്കാട്ടിലാണ് അസ്ഥികൂടം കണ്ടെത്തിയത്. കുന്നംകുളം പോലീസിനെതിരെ വീണ്ടും മർദ്ദന പരാതി. പള്ളി പെരുന്നാൾ ദിവസം റോഡരികിൽ നിന്നിരുന്ന യുവാക്കളെ SI വൈശാഖ് മർദ്ദിച്ചു എന്നാണ് പരാതി. കുന്നംകുളം സ്വദേശി ജിൻസനാണ് മർദ്ദനമേറ്റത്. തൃശൂരിൽ കോൺഗ്രസ് നേതാവ് BJPയിൽ ചേർന്നു. പളാഞ്ചേരി കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ആയിരുന്ന ഭാസ്കരൻ K മാധവനാണ് BJPയിൽ ചേർന്നത്. മുട്ടിൽ മരമുറി കേസ് അന്വേഷണത്തിൽ താൻ ഇടപെട്ടിട്ടില്ല എന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ. മാറ്റത്തിന് ശ്രമിച്ചപ്പോൾ തന്നെ ഒറ്റപ്പെടുത്തി ക്രൂശിക്കാനാണ് എല്ലാവരും ശ്രമിച്ചത്. മരം മുറിച്ച പ്രമാണിമാർ രക്ഷപ്പെടുകയും പാവപ്പെട്ടവർ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത് വനം നിയമത്തിന്റെ വൈകൃതമാണ് എന്നും വനമന്ത്രി. ഇപ്പോൾ വർക്കലയിൽ ട്രെയിനിൽ അതിക്രമത്തിന് ഇരയായ പെൺകുട്ടിയുടെ കുടുംബം മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയം കൊച്ചിന് ദേഹത്തുണ്ട്. മെയിനായിട്ട് നെറ്റിയുടെ അവിടെയും ബാക്കിലും ഉള്ളതാണ് മെയിനായിട്ട് അവർക്ക് ഉള്ളതെന്ന് പറഞ്ഞത്. ആ മൊത്തത്തിൽ മുറിവാണ്. തലയിൽ 2 മുറിവാണ് മെയിൻ ആയിട്ടുള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെറ്റി സൈഡിലും ബാക്കി മൊത്തം മുറിവുണ്ട്. അത് 20 മുറിവുണ്ടെന്ന് ഡോക്ടർ എന്നാണ് പറഞ്ഞത്.
ഇപ്പോഴത്തെ പൊസിഷൻ എന്താന്ന് വെച്ചാൽ കുട്ടി ഒരു ഡെഡ് ബോഡി കിടക്കും പോലെ കിടക്കുന്നു, മൂക്കി കൂടി ബ്ലഡ് വന്നുകൊണ്ടിരിക്കുന്നു, ശ്വാസം എടുക്കുന്നുണ്ട്. വെന്റിലേറ്ററിന്റെ സഹായത്തോടെ അവള് ശ്വാസം എടുക്കുന്നുണ്ട്. ബോഡി തണുത്തിട്ടുണ്ട്. അവർ ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ടില്ല. ഉച്ചയ്ക്ക് ശേഷം ചെയ്യാന്ന് പറയുന്നു. ഉച്ചയ്ക്ക് ശേഷം അവർ പറയാണ് ഇല്ലാന്ന് പറയൂ എന്നുള്ളൊരു പേടിയാണ്. എനിക്ക് എന്റെ കൊച്ചിനെ ജീവനോടെ വേണം. അതിന് എന്ത് അവർ ചെയ്തിട്ടാണ് എനിക്ക് എന്റെ കൊച്ചിനെ ജീവനോടെ വേണം. എനിക്ക് ആകെ ഒന്നേ ഉള്ളൂ. എനിക്കൊരു വളർന്നുമില്ല. ഒരു മോനും ഒരു മോളും മാത്രമേ ഉള്ളൂ. അതും 19 വയസ്സ് പോലും എന്റെ കുഞ്ഞിന് തികഞ്ഞിട്ടില്ല. 18 വയസ്സാണ് അവക്ക്. അല്ല 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 ഞാൻ ഇവിടെ ആണെന്ന് അറിഞ്ഞപ്പോ തൊട്ടേ എന്റെ നെഞ്ചിൽ കൂടെ തീ തന്നെയാണ്. എനിക്കത് ടെൻഷൻ തന്നെയാണ്. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇതുവരെ ആ കുട്ടീനെ കണ്ടിട്ടില്ല. ഇവിടെ വന്നിട്ട് കണ്ടത് എന്റെ മോളെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ ആ കുട്ടീനെ കണ്ടിട്ടില്ല. അത് വേറെ ഹോസ്പിറ്റലിൽ നിന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ കണ്ടിട്ടില്ല. ഒന്നും പറ്റിയിട്ടില്ല. ഞങ്ങള് പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. വളരെ പാവപ്പെട്ട കുടുംബമാണ്. ഗ്രാമപഞ്ചായത്തിന്റെ ലൈഫ് ഭവന പദ്ധതിയിൽ ഒരു വീടാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. ഈ വളരെ ബുദ്ധിമുട്ടുള്ള 3 പെൺമക്കളുള്ള ഒരു കുടുംബം. അതിൽ നിന്നൊരു കുട്ടിയാണ് ഈ പ്രിയ ബാംഗ്ലൂരിൽ പോയിട്ടാണ് ഈ കുഞ്ഞുങ്ങളെ വളർത്തിയത്. അതിലൊരു മകനുള്ളത് ബാംഗ്ലൂർ തന്നെ ജോലി ചെയ്യാണ്. മോളാണ് ഈ എറണാകുളത്ത് ഹസ്ബൻഡിന്റെ വീട്ടിലാണ്, അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളതെന്ന് അറിയുന്നു. പക്ഷേ നമ്മുടെ ജനപ്രതിനിധികളെന്ന നിലയിൽ ഞങ്ങൾക്ക് വളരെ ദുഃഖമുണ്ട്. ഒരു സ്ത്രീക്ക് സുരക്ഷിതത്വം ഇല്ലേ റെയിൽവേയിൽ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പല സംഭവങ്ങൾ ഉണ്ടായിട്ടും അതിനൊരു പരിഹാരം കാണാൻ ഗവൺമെന്റ് ഇടപെട്ടേ പറ്റൂ. അടിയന്തരമായി ഇടപെടണം. ഇവർ വളരെ പുവർ ഫാമിലിയാണ്. അവരെ സംബന്ധിച്ച് ചികിത്സയ്ക്ക് വേണ്ടുന്ന ഫണ്ടും മറ്റു കാര്യങ്ങളും അവരുടെ കയ്യിലില്ല. അടിയന്തര ചികിത്സ ആ കുട്ടി വന്നുടനെ ചിത്രയിലേക്ക് വിടണം എന്നാണ് പറയുന്നത്. ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഉടനെ അറിയിച്ചുകൊണ്ട് അവർക്ക് വിദഗ്ധമായ ചികിത്സ ജനപ്രതിനിധികൾ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്, വൈസ് പ്രസിഡന്റ്, മെമ്പറുണ്ട്, മുൻ മെമ്പറൊക്കെ ഉണ്ട്. ഞങ്ങൾ ഈ നമ്മുടെ പഞ്ചായത്തിലുള്ള ഇത്തരം ഒരു സംഭവം ആദ്യത്തെ സംഭവമാണ്. ഇതിനകത്ത് വളരെ ഗൗരവമായി കണ്ടേ പറ്റൂ എന്നാണ് എനിക്ക് മാധ്യമങ്ങളോടും ഇവിടുത്തെ ഗവൺമെന്റിനോടും ഈ പോലീസ് സേനയോടും പറയാനുള്ളത്. ഡോക്ടർമാരും അതെ, ഞങ്ങൾ വന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് നാളെ രാവിലെ മാത്രമേ ഇതിനെക്കുറിച്ചുള്ള ഒരു വിദഗ്ധമായ അഭിപ്രായം പറയാൻ കഴിയൂ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് മറ്റ് ഡോക്യുമെന്റ്സ് ഒന്നും തന്നെ ഞങ്ങളെ കാണിച്ചിട്ടുമില്ല. ആ സാഹചര്യത്തിൽ അടിയന്തരമായി സർക്കാർ ഇതിനകത്ത് ഇടപെട്ടേ പറ്റൂ. ഇതുപോലുള്ള ഒത്തിരി പെൺകുട്ടികൾക്ക് ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്തിൽ പെൺകുട്ടികൾക്ക് സ്വതന്ത്രമായി യാത്ര ചെയ്യാൻ നിവൃത്തിയില്ലാതെ വരുന്നത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അതിന് പരിഹാരം ഉണ്ടായേ മതിയാവൂ എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ആ കുട്ടിക്കും ആ കുടുംബത്തിനും വേണ്ട നീതി ഉണ്ടാവണം. കുറ്റം ചെയ്ത ആളിന് തക്കതായ ശിക്ഷ ഉണ്ടാവണം എന്ന് പറയാനാണ് ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നത്. ബന്ധു അല്ല, അവളുടെ കൂട്ടുകാരിയാണ്. ഞാൻ കണ്ടിട്ടില്ല അവരെ. ഞാൻ കുട്ടീനെ കണ്ടിട്ടില്ല. ഞാൻ ഈ എന്റെ കുട്ടീനെയാണ് ചവിട്ടി ഇട്ടെന്നത് ഞാൻ കാണുന്നത് ഇൻസ്റ്റാഗ്രാം വീഡിയോ നൈറ്റ് ഇന്നലെ 11 മണിക്ക് 11:30 ഞാൻ ഫോൺ എടുത്ത് വെച്ച് വെറുതെ നോക്കുമ്പോൾ വേറൊന്നുമില്ല, ജസ്റ്റ് വീഡിയോ ഇങ്ങനെ ട്രെയിനിൽ വർക്കല വെച്ച് ട്രെയിനിൽ കൂടെ പോകുന്നു, ചവിട്ടി ഇട്ടു എന്നും പറഞ്ഞൊരു ചെറിയ ന്യൂസ് കാണുമ്പോൾ ഞാൻ അതിനെ സ്കിപ്പ് ചെയ്യാണ്. അപ്പോഴാണ് എന്റെ മോൻ വിളിച്ചു പറയുന്നത്, അമ്മ സോനയാണ് ട്രെയിനിൽ പോയപ്പോൾ വർക്കലയിൽ നിന്ന് ചവിട്ടി ഇട്ടു. അത് എന്റെ മോളെയാണ് കാണുന്നത്. അപ്പോഴാണ് ഞാൻ അറിയുന്നത്. അന്ന് ഞാൻ അറിയുന്നില്ല. എന്നിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. ആ കൂടെ ഉണ്ടായിരുന്ന കുട്ടീനെ ഞാൻ കണ്ടു. ഈ നിമിഷം ഞാൻ അതിനെ കണ്ടിട്ടില്ല. അമ്മേന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മയാണ് എന്റെ വീട്ടിലുള്ളത്, ഞാനില്ല അവിടെ. അമ്മേന്റെ അടുത്താണ് പറഞ്ഞിട്ടാണ് വന്നത്. അവള് പോയിട്ട് വരാം, കുഞ്ഞമ്മയുടെ വീട്ടിൽ പോയിട്ട് വരാന്ന് പറഞ്ഞ് തന്നെ പോയത്. പക്ഷെ ഇന്നലെ അവിടെ നിന്ന് കയറി വന്നോണ്ടിരിക്കുമ്പോഴാണ് 2 ദിവസം മുമ്പ് വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞിട്ടാ വന്നത്. എന്റെ വീട്ടിൽ നിന്നാ വന്നത്. അവള് ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് അവള് എന്റെ അടുത്ത് നിന്ന് നേരെ എറണാകുളം പോയിട്ട് എറണാകുളത്ത് നേരെ അവള് അമ്മേന്റെ അടുത്താ വന്നത്. അതെ, ഇന്നലെ തിരിച്ച് അവൾ എറണാകുളത്ത് പോയിട്ടാ വന്നത്. വരാറുണ്ട്. ആ ട്രെയിനിൽ വരാറുണ്ട്. പിന്നെ അവൾ അല്ല ബസ്സിലോ അങ്ങനെ വരുന്നേ. ഇല്ല, അവളെ ഹസ്ബൻഡിന്റെ വീട് എവിടെയാ. അവള് ഫാഷൻ ഡിസൈനിങ് പഠിച്ച് കഴിഞ്ഞിട്ട് നിൽക്കാണ്ട് ഞാൻ പിന്നെ അതിന് കല്യാണം കഴിച്ചു വിട്ടത്. അത് എറണാകുളത്താണ് വിട്ടത്. എനിക്ക് എങ്ങനെ പറയണമെന്ന് ഏത് രീതിക്ക് പറയണമെന്ന് അറിയില്ല. എനിക്ക് എന്റെ കൊച്ചിന് വെച്ച ചികിത്സ കിട്ടണം. അമ്മേന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് ആ ടെൻഷനിൽ അമ്മ മറന്നു, എനിക്കറിയില്ല. പക്ഷെ അമ്മേന്റെ അടുത്ത് പറഞ്ഞിട്ട് അവള് വന്നേന്നാ പറയുന്നത്. കാരണം അവള് വന്ന വീട്ടിലുള്ളവരുടെ അടുത്ത് ചോദിച്ചാൽ അറിയാം. അവരുടെ പറഞ്ഞിട്ടാ വന്നത്. അവളുടെ കൂടെ തന്നെ വേറെ അവളുടെ ചേട്ടത്തിയും കൂടെ വരാനിരുന്നതാ. അവൾക്ക് വരാൻ പറ്റിയില്ല. ഇത് രണ്ടുപേരും കൂടിയാ വന്നിരുന്നിട്ട്. ഞാൻ കണ്ടില്ല. ഞാൻ ആളിനെ കണ്ടിട്ടില്ല ഈ നിമിഷം വരെ. ഞാൻ വീഡിയോയിൽ ആ കൊച്ചി ഇന്റർവ്യൂ തകർന്നു പറഞ്ഞാൽ അതും ഞാൻ കണ്ടിട്ടില്ല.
ഞാൻ ആകെ കാണുന്നത് എൻ്റെ കുട്ടീനെ സ്ട്രെച്ചറിൽ എടുത്തുകൊണ്ട് വരുന്ന ഒരു വീഡിയോയാണ്. അത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇത് സംസാരിക്കുന്ന പ്രിയദർശിനിയാണ്. ഇന്നലെ ആ ട്രെയിനിൽ നിന്ന് മദ്യപൻ തള്ളി താഴേക്കിട്ട ശ്രീകുട്ടിയുടെ അമ്മയാണ് സംസാരിക്കുന്നത്. അവർ വൈകാരികമായി പ്രതികരിക്കുകയാണ്. മകളുടെ നില അതീവ ഗുരുതരമാണ് എന്ന് പറയുന്നു. വെന്റിലേറ്ററിൽ സഹായത്തോടെ ജീവൻ നിലനിർത്തുകയാണ്. മെഡിക്കൽ ബോർഡ് കൂടിയിട്ട് അറിയിക്കാമെന്നാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് അറിയിച്ചത്. മകൾക്ക് നല്ല ചികിത്സ കിട്ടണം, കുഞ്ഞിനെ തിരികെ കിട്ടണം. 19 വയസ്സ് കഴിഞ്ഞിട്ടില്ല. വൈകാരിക പ്രതികരണം. 20-ലധികം മുറിവുകൾ ശരീരത്തിലുണ്ട് എന്ന് ഡോക്ടർമാർ തന്നെ പറയുന്നു. തലയിൽ 2 മുറിവുകളുണ്ട്. ആരോഗ്യനില ഗുരുതരമാണ് എന്നൊക്കെ അവർ പറയുകയാണ്. നമ്മൾ കേട്ട വിവരങ്ങൾ തന്നെയാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. പക്ഷേ വിദഗ്ധ ചികിത്സ കിട്ടുന്നില്ല എന്നൊരു പരാതി അവർക്കുണ്ട് എന്ന് തോന്നുന്നു. പക്ഷേ മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ അത് വിശദീകരിച്ചിരുന്നു. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട്. 48 മണിക്കൂർ എന്നത് ഒരു ഒബ്സർവേഷനാണ്. അത് പ്രധാനപ്പെട്ടതാണ് ആ മണിക്കൂറുകൾ. അതിനുശേഷമാണ് അതിൽ എന്തൊക്കെ എന്നത് കൂടുതൽ വിവരങ്ങൾ ആശുപത്രി അധികൃതർ അറിയിക്കുക എന്ന് ഇന്നലെ തന്നെ മെഡിക്കൽ കോളേജിൽ നിന്ന് അറിയിച്ചിരുന്നു. അപ്പോൾ വിദഗ്ധ ചികിത്സ ആ കുട്ടിക്ക് കിട്ടണം എന്ന് ആ കുടുംബം ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ്. അമ്മയും ബന്ധുക്കളും അവിടുത്തെ ജനപ്രതിനിധികളും ഒക്കെയാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്. ഇതോടെ 1 PM ന്യൂസ് അവസാനിക്കുന്നു.